ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു എളുപ്പത്തിൽ എങ്ങനെ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിന് നമുക്ക് ബസുമതി റൈസാണ് വേണ്ടത്. ഒരു നീളത്തിലുള്ള അരിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി കഴുകി അതിൽ പശയൊക്കെ കളഞ്ഞ് വെള്ളം വാലാനായിട്ട് വയ്ക്കുക, കുതിർത്ത് വയ്ക്കണം. അതിനുശേഷം ഒരു പാത്രത്തിൽ ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിലേക്ക് അത് തിളപ്പിക്കുക. അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീരൊഴിക്കുക, ആവശ്യത്തിന് ഉപ്പിടുക. അത് തിളച്ച് വരുമ്പോൾ നമ്മൾ കുതിർത്ത് വെച്ച് വാലാൻ വെച്ച അരി അതിലേക്കിട്ട് ഇട്ട് ഇളക്കുക. നന്നായി ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കുക. ഈ നാരങ്ങാനീര് ചേർക്കുന്നത് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനും അതുപോലെ നല്ല വെള്ള നിറത്തിൽ ആയിരിക്കാനും വേണ്ടിയിട്ടാണ്. അതിന് 3/4 വേഗമാകുമ്പോൾ നമ്മൾ ഈ ചോറ് വാങ്ങി വെള്ളം വാലാനായിട്ട് വെക്കണം. നന്നായി വെന്ത് പോകരുത്. 3/4 വേവാകുമ്പോൾ നമ്മളത് സ്റ്റൗ ഓഫ് ചെയ്ത് വെള്ളം വാങ്ങിയെടുത്ത് വെള്ളം വാലാനായിട്ട് വയ്ക്കുക. ഈ പരുവത്തിലാണ് ചോറ് ആയിരിക്കേണ്ടത്. അതിനുശേഷം ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് ഒരു ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ വേണ്ടി വരും. ഒഴിച്ച് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് ഇളക്കുക. നന്നായി വഴന്നു വരുന്ന സമയത്ത് 2 പച്ചമുളക് കീറിയതും ഒരു 1/2 ഇഞ്ച് ഇഞ്ചി ചെറുതായി നുറുക്കിയതും 2-3 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് നമ്മൾ വഴറ്റണം. ഉള്ളി വഴന്നു വരുന്ന സമയത്ത് ഈ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞത് ചേർത്ത് ഇളക്കുക. അധികം പച്ചക്കറികളൊന്നും ആവശ്യമില്ല. നമുക്ക് ഇതിലിടാൻ ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുത്താൽ മതി. ഞാനിവിടെ ക്യാരറ്റും ബീൻസുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ താല്പര്യമനുസരിച്ച് കോളിഫ്ലവറോ കാബേജോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇത് നന്നായി വഴന്നു വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇളക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ച് ക്യാരറ്റ് ചേർത്ത് ഇളക്കുക. ഒന്ന് വാടി വരുന്നത് വരെ നമ്മൾ ഇളക്കണം. അത് നന്നായി ഒന്ന് ഇളക്കി വാടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ബീൻസും ചേർത്ത് ഇളക്കി കൊടുക്കുക. അത് ഇട്ട് നന്നായി ഇളക്കുക. ഇളക്കിക്കൊണ്ട് തന്നെ നമുക്കിത് വേവിക്കാം. ഉണ്ടെങ്കിൽ നമ്മൾ മൂടിയും വെച്ചും വേവിക്കാം. അതിലേക്ക് 2 ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ചേർത്ത് ഇളക്കുക. അങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ നമുക്കിത് വേവിക്കാം. ഒരു 3/4 വേവാകുന്നത് വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഒരു ഇടത്തരം തക്കാളി അരിഞ്ഞതും ചേർത്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. 2 മിനിറ്റ് അടച്ചു വെച്ച് വേണമെങ്കിലും വേവിക്കാം, അല്ലെങ്കിൽ നമ്മൾ തുടരെ ഇളക്കിക്കൊണ്ടിരുന്നാലും മതി. 3/4 വേവാകുന്ന സമയത്ത് ഇതിലേക്ക് സോസുകൾ ചേർക്കാം. ഇവിടെ ഞാൻ സോയ സോസും ടൊമാറ്റോ സോസാണ് ചേർത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്തു ഇളക്കുക. അതിനുശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് ഇളക്കുക. ചില്ലി സോസ് ചേർക്കുന്നവർക്ക് അതും ചേർക്കാം. ഇനി നോൺ വെജ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ മുട്ട വറുത്തതും ഇതിൽ ചേർക്കാം, അല്ലെങ്കിൽ ചിക്കൻ വറുത്തതും ചേർക്കാം. ഇതിന് ശേഷം നമ്മൾ വാങ്ങി വെള്ളം വാലാൻ വെച്ച ചോറെടുത്ത് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇളക്കി കൊടുക്കുക. മരത്തവിക്കൊണ്ട് തന്നെ ഇളക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ചോറ് പൊടിഞ്ഞു പോകാം. അങ്ങനെ കുറേശ്ശെ ഇട്ട് നമ്മൾ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക, മിക്സ് ചെയ്യുക. എല്ലാ മസാലകളും പച്ചക്കറികളും ഇതിൽ ചോറിൽ പിടിക്കുന്നത് പോലെ നമ്മൾ ചോറ് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും എടുത്ത്
മറിച്ചിട്ട് കൊടുത്ത് ഈ മസാലകൾ എല്ലാ ചോറിലും പിടിക്കുന്ന രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. നമ്മുടെ ഫ്രൈഡ് റൈസ് തയ്യാറായി. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാമല്ലോ. സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വയ്ക്കുക. നമ്മുടെ ഫ്രൈഡ് റൈസ് അങ്ങനെ റെഡിയായിരിക്കുന്നു. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിതും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.